ഹായ് ഡേയ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സ് ആട്ടോ തയ്യാറാക്കുന്നത്. അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറിനൊക്കെ കഴിക്കാം. അടിപൊളിയാട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ മുളക് പൊടി ഇട്ടെടുത്താലും മതി കേട്ടോ. ഇനി വെള്ളം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ വെള്ളം എടുത്ത അതേ കപ്പിന് തന്നെ 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വറുക്കാത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത അരിപ്പൊടിയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മളിത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണ്ടത് പൊടി ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടി കട്ട കുത്താൻ സാധ്യത ഉണ്ട്. ഇനി നമ്മൾ പൊടി ഇട്ട് കൊടുത്തതിനൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് തന്നെ പൊടി നന്നായിട്ട് തന്നെ വിട്ട് കിട്ടുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് പൊടിയൊക്കെ നന്നായിട്ട് തന്നെ വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് മാവ് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കുഴച്ചെടുക്കാൻ പാകത്തിന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് സവാള ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വേണ്ട ഇട്ട് കൊടുക്കാൻ. ഇനി 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ചെടുക്കണ മുമ്പായിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോഴും ഞാൻ ഉപ്പിട്ട് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഇതിലോട്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പത്തിരിപ്പലക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് പരത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എടുക്കുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് കട്ടിയിൽ വേണം കേട്ടോ അത് പരത്തിയെടുക്കാൻ. നമുക്ക് കുഴൽ വെച്ചിട്ടൊന്നും പരത്തിയെടുക്കേണ്ട കേട്ടോ ആവശ്യമില്ല കേട്ടോ. കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് റെക്റ്റാങ്കിൾ ഷേപ്പിലാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ ഓരോ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരുപാട് ആവശ്യമൊന്നുമില്ല എണ്ണ. നമ്മൾ മീൻ പൊരിക്കണ അത്ര എണ്ണ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ അപ്പച്ചട്ടിയിലാണ് കേട്ടോ, ഇരുമ്പിൻ്റെ അപ്പച്ചട്ടിയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ചെയ്യണേ.
അപ്പോൾ അതാ ഞാൻ ഇതിലോട്ട് ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അപ്പച്ചട്ടി അതുകൊണ്ട് ഇതിൽ ഒരുപാടൊന്നും കൊള്ളൂല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ 3 വെച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പരന്ന പാനൊക്കെ ആണെങ്കിൽ ഒരുപാട് വെച്ചെടുക്കാം. നമ്മളിത് വെച്ച ഉടനെ തന്നെ ഇതൊന്നും മറിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ. ഇത് വെച്ച് കൊടുത്ത് കുറച്ച് സമയം ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുത്താൽ മതി. കാരണം ഇത് പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു ഭാഗം ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള അരിപ്പൊടിയൊക്കെ നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്തിട്ടാണല്ലോ ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 2 ഭാഗവും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. അപ്പോൾ ഇത് അരിപ്പൊടി കൊണ്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. നമുക്കിതുപോലെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സോസ് കൂട്ടി കഴിക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.